യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. തിരുവനന്തപുരത്ത് DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് നടത്തിയ ലാത്തി ചാർജിൽ പ്രതിഷേധിച്ച് ഇന്ന് പഴയന്നൂരിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന്റെ ഉദ്ഘാടനം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജയപ്രകാശൻ നിർവഹിച്ചു. ബിജു വി നായർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജിത്ത്, മനോജ്, ജയൻ വെള്ളപ്പാറ, മറ്റ് നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ KSUവിന്റെ സഹപ്രവർത്തകർ DIG ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി. അതിനെതിരെ ശക്തമായ രീതിയിൽ പിണറായിയുടെ പോലീസ് നമ്മുടെ സഹപ്രവർത്തകരെ അടിച്ചമർത്തുന്ന രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിണറായിയുടെ പോലീസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ എവിടെയും നമ്മുടെ നല്ല രീതിയിൽ നടത്തുന്ന പ്രതിഷേധ പരിപാടികൾ അടിച്ചമർത്തേണ്ട രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് കയ്യും കെട്ട് നോക്കിയിരിക്കാൻ പറ്റുന്ന രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അടിച്ചാൽ തിരിച്ചടിക്കുമെന്നുള്ള ഒരു താക്കീതാണ് ഇത് പോലീസിന് നമ്മൾ നൽകുന്നത്. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിനായി നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് ജയേട്ടനെ സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ നടത്തിയത് ഞങ്ങളുടെ കൊച്ചുമക്കളെ തെരുവീതിയിൽ പിണറായിയുടെ പോലീസ് ആക്രമിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ്. ഈ കേരളത്തിലെ പോലീസ് ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ അവസാനിക്കുന്നതല്ല ഈ ലോകമോ കേരളമോ. നിങ്ങൾ ധരിക്കുന്നത് പോലെ ആജീവനാന്ത കാലം വെറും മാർക്സിസ്റ്റ് ഭരണം മാത്രമല്ല ഇവിടെ ഉണ്ടാവുക എന്ന് നിങ്ങൾ ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ കോൺഗ്രസ്സിന് കേരളത്തിൽ ഭരണം കിട്ടും. പക്ഷേ ഇതിനു മുമ്പ് എല്ലാം പറഞ്ഞതുപോലെ ഭരണം കിട്ടുന്നതുവരെ ഞങ്ങൾ കണ്ടോളാം എന്ന് പറയുകയും ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അത് അവരുടെ അന്നത്തെ പ്രകോപനപരമായ പ്രശ്നങ്ങൾ കൊണ്ടും അവർക്ക് പിന്നിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടുമാണ് നമ്മൾക്കെതിരെ അവർ ലാത്തിപ്രയോഗം നടത്തിയെന്ന് പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുകയില്ല. നിങ്ങൾക്കുള്ള തിരിച്ചടി 2 വർഷം കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭരണം കേരളത്തിൽ വരും, അന്ന് നിങ്ങൾക്കുണ്ടാകും എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് 2 വാക്ക് സംസാരിക്കുന്നതിന് നന്ദി പറയുന്നതിന് വേണ്ടി ബിജു വി നായരെ ക്ഷണിച്ചുകൊള്ളുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് സജിത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജയേട്ടനും പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇന്ന് കേരളത്തിൽ ഗവൺമെൻറ് CPM ഗവൺമെൻറ് LDF സർക്കാർ വല്ലാത്ത ദൂർത്തും കൊള്ളയും അഴിമതിയും നടത്തി കേരള സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ആകെ തകിടം മറിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് ഹൈടെക് ബസ്സിൽ എല്ലാവിധ വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിക്കൊണ്ട് നവകേരള സദസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സുഖലോലുപരായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പൊള്ളത്തരം തുറന്നു കാണിക്കുന്ന തെരുവീതികളിൽ തുറന്നു കാണിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പഴയകാലത്തെ പശ്ചിമ ബംഗാൾ ഭരണകാലത്ത് അവിടെ നടത്തിയ നരനായാട്ടിന് തുല്യമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ തെരുവോരങ്ങളിൽ പിണറായിയുടെ കാക്കിയിട്ട പോലീസും പിണറായിയുടെ കാക്കിയിടാത്ത പോലീസും ചേർന്ന് അതിക്രൂരമായി തല്ലിച്ചതയ്ക്കുകയും അവരെ അപായപ്പെടുത്തുവാനും അവരെ കള്ളക്കേസിൽ കൊടുക്കുവാനും ശ്രമിക്കുകയാണ്. ഓരോ ദിവസവും ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ഒരാളിൽ നിന്ന് 1000 പേരിലേക്ക് ഈ പ്രതിഷേധം കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ മുഴുവൻ ആളിപ്പടരുകയാണ്. ഇത് ഒരു കാര്യം തീർച്ചയാണ്, കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ഭരണം പേരിൽ നടക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. പാർട്ടിയുടെ പേരിൽ മാർക്സിസ്റ്റ് എന്ന പേരിൽ ഭരണത്തിൽ അതില്ല. അതിൻ്റെ അവസാനത്തെ ആണിക്കല്ല് അടിക്കുക എന്ന ഉത്തരവാദിത്വം സോവിയറ്റ് യൂണിയനെ തകർത്ത ഗോർബച്ചേവിനെ പോലെ കേരളത്തിൽ പിണറായി സർക്കാർ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഏതായിരുന്നു എന്ന് ഭാവിയിലെ PSCയിലും ചോദ്യപേപ്പറിലും വന്നാൽ അത് കേരളത്തിലായിരുന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം.
ഏറ്റവും വലിയ ഉദാഹരണമാണ് ത്രിപുര, അതുപോലെ തന്നെ പശ്ചിമ ബംഗാൾ. അപ്പോൾ തിരിച്ചു വയ്ക്ക് സഹാക്കമാണ്. നിങ്ങൾ ഭരിച്ചോടത്തൊക്കെ എങ്ങനെ വെച്ചു? ഞങ്ങൾ ഭരിച്ചോടത്ത് ഭരണം പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്, ഭരണം പിടിച്ചിട്ടുണ്ട്. കർണാടകയിൽ ഞങ്ങൾ പിടിച്ചു, തൊട്ടപ്പുറത്ത് തെലങ്കാനയിൽ ഞങ്ങൾ പിടിച്ചു, പല സ്ഥലങ്ങളിലും ഞങ്ങൾ പിടിച്ചു. പക്ഷെ നിങ്ങളുടെ ഭരണം പോയ സംസ്ഥാനമായ ത്രിപുരയിലും ബംഗാളിലും നിങ്ങൾക്ക് ഇന്ന് കാലുകുത്താൻ പറ്റാത്ത അവസ്ഥയാണ്, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ സാഹചര്യത്തിലേക്കാണ് ഇന്ന് കേരളവും പോണത്. എൻ്റെ തൊട്ടപ്പുറത്തൊരു ബോർഡ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന? താഴത്ത് DYFI. എടോ DYFIക്കാരാ, നിനക്ക് അല്പം നാളുണ്ടെങ്കിൽ അതിന് അടിയിൽ എഴുത് നന്ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഞങ്ങൾക്ക് ഇതുവരെ ഇത് അനുഭവിക്കേണ്ടി വന്നില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുന്ന സമയത്ത് കേരളത്തോടൊരു അവഗണന ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പൊ ഈ ബോർഡ് വെക്കേണ്ട ഗതികേട് നിനക്ക് വന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദി നീ തന്നെയാണ്. കോൺഗ്രസിനെ നശിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ നിനക്ക് കിട്ടിയ ഇരട്ടടിയാണ് BJPയുടെ ഭരണം. അതുകൊണ്ട് നിങ്ങൾ കോൺഗ്രസിനോട് നന്ദി രേഖപ്പെടുത്തി, കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി, ഫാസിസ്റ്റ് ഭരണകൂടത്തെ ഈ മണ്ണിൽ ഇല്ലാതാക്കാനാണ് നോക്കേണ്ടത്. അല്ലാതെ അവർക്ക് വാലാട്ടിക്കൊണ്ട്, അവർക്ക് ചൂട്ടുപിടിച്ചുകൊണ്ട് കോൺഗ്രസിനെ നശിപ്പിക്കാനല്ല DYFIക്കാരാ, ബോധമുള്ള SFIക്കാരാ, ബോധമുള്ള കമ്മ്യൂണിസ്റ്റുകാരാ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധം ഓരോ ദിവസവും ശക്തവും. ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിലെ തെരുവോരങ്ങളിൽ മുഴുവൻ പ്രതിഷേധം ആഞ്ഞടിക്കുകയാണ്. ഇത് വലിയൊരു വിനാശത്തിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി സർക്കാരിന്റെ അധപ്പതനവും നാശവും ഈ അഴിമതി ഭരണവും അവസാനിപ്പിച്ച ശേഷം മാത്രമേ ഉത്തരവാദിത്വ ബോധമുള്ള, സാമൂഹ്യ ബോധമുള്ള ഓരോ കോൺഗ്രസുകാരും ഉറങ്ങുകയുള്ളൂ എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടാവുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അതിനെ നേരിടാൻ പറ്റിയ DYFIക്കാരുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ നേരിട്ട് കാണുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരിച്ചു നേരിടുമെന്ന് ചങ്കൂറ്റത്തോടെ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു.